അല്ലല്ല, ഞങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട്. ചേട്ടന്റെ പേരെന്താണ്? ഇതുവരെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദൗത്യം നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. ഈ സമയത്ത് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ കൂടാണ്ട് ഇവിടെ എത്തിയല്ലോ, അതൊരു ഭാഗ്യം. അത്ര കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. ഇനി കൊച്ചി ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഈ ഒരു യാത്ര. അപ്പോൾ ഈ കൊച്ചിന്റെ ഇതല്ലേ നമ്മൾ നോക്കണം. ശരിയാണ്. ഒരുപക്ഷെ ഇത്രയും നേരവും നമ്മൾ കാതോർത്തത് ഈ ഒരു മനുഷ്യന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ആ ഒരു കൊച്ചി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടക്കുന്ന സമയം ആദ്യം ആ ആംബുലൻസ് ഡ്രൈവർ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറിനകം അതിനുള്ളിൽ തന്നെ പരമാവധി ഞാൻ ശ്രമിച്ചിരിക്കും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അതിൽ നിന്നും ഒരല്പം മാത്രമേ മാറിയിട്ടുള്ളൂ. ആ മനുഷ്യൻ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് നന്ദി പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കേരളം ഒന്നാകെ ഇപ്പോൾ നന്ദി പറയുന്നത് ആ ഒരു മനുഷ്യന്റെ അടുത്തു കൂടിയായിരിക്കും. ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ മനുഷ്യർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ജീവൻ തിരികെ നൽകാൻ വേണ്ടിയിട്ട് വലിയൊരു ദൗത്യം ഏറ്റെടുത്ത ഒരു മനുഷ്യൻ കൂടിയാണ് ആംബുലൻസിനുള്ളിൽ ഇരിക്കുന്നത്. ഒപ്പം സഹായമൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വലിയ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റിംഗ് വരാറുണ്ട്. പേരെന്തായിരുന്നു? എൻ്റെ പേര് ജൈനിഷ്. സ്വദേശിയാണ്. ഞാൻ മാള സ്വദേശിയാണ്. ഇതിപ്പം അഭിമാനമായിട്ടുള്ള ഒരു, അതെ, നമ്മളെ ഒരു കൊച്ചിന്റെ ജീവനല്ലേ, അത് നന്നായി വരും. കൺഗ്രാജുലേഷൻ. ജീവനല്ലേ, അതാണ് അദ്ദേഹം പറഞ്ഞത്.